ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൂട്ടുകാരി കൂട്ടിക്കൊണ്ടുപോയ സ്വാതിയെ തേടി നമ്മുടെ പല്ലവി ഇറങ്ങി കൊണ്ടുപോയ നേഹ എന്ന് പറയുന്നവളെ വിളിച്ചു. അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. അയ്യോ, ഞാൻ കണ്ടിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. ലാസ്റ്റ് പോലീസ് എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെണ്ണുള്ള സത്യം അങ്ങ് പറഞ്ഞു, ഇന്ദ്രൻ്റെ കൂടെയാണുള്ളതെന്ന്. അങ്ങനെ ഇന്ദ്രൻ്റെ കൂടെ ഉണ്ട് എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പല്ലവി നടുങ്ങിപ്പോയി കേട്ടോ. പിന്നെ ആ പെണ്ണുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞതിന് ശേഷം ഫോൺ അങ്ങ് കട്ട് ചെയ്തു. തൊട്ടടുത്ത നിമിഷം തന്നെ ഈ നേഹ ഇന്ദ്രനെ വിളിക്കുക. അപ്പോൾ ഇന്ദ്രനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം ഇന്ദ്രനോട് പറയുവാണ്. പല്ലവി അറിഞ്ഞിട്ടുണ്ടെന്നും പല്ലവി അന്വേഷിച്ച് വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോഴേക്കും പല്ലവി ആണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച് ഓടുവാണ്. ഇന്ദ്രൻ്റെ കൂടെയാണ് സ്വാതി ഉള്ളത്, എന്തും സംഭവിക്കാം, ഇതിനോടകം സംഭവിച്ച് കഴിഞ്ഞിരിക്കുമെന്ന് പല്ലവിക്കറിയാം. പല്ലവി തൊട്ടടുത്ത നിമിഷം തന്നെ ഫോൺ എടുത്ത് സേതുവിനെ വിളിക്കുക. സേതുവിനെ വിളിച്ചിട്ട് സ്വാതി ഇന്ന എടുത്താ ഉള്ളതെന്ന് പറഞ്ഞു. ഇന്ദ്രൻ അന്നേരം എന്ത് പണി ചെയ്തു? ഇവളുമായിട്ട് അവിടെ നിന്ന് അങ്ങ് മാറി അങ്ങ് നിന്നു. ഇവർ അന്വേഷിച്ച് വരുമ്പോൾ കാണരുതല്ലോ, അതുകൊണ്ട് അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് ഇവർ പോകാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയത്താണെങ്കിൽ പൂർണിമ അവിടെ ആകെ വെപ്രാളം കയറിയിരിക്കുക. അതുപോലെ തന്നെ ഋതികയും ആ ഒരു ഇതിലിരിക്കുവാണ്. ഋതികയ്ക്കും അറിയില്ല ഇപ്പോൾ അനിയത്തി എവിടെയാണെന്ന്. പല്ലവി അന്വേഷിച്ച് പോയേക്കുന്നതിൻ്റെ ആ ഒരു സമാധാനം മാത്രമേ ഇപ്പം നിലവിൽ പൂർണിമയ്ക്കുള്ളൂ. ഇപ്പോൾ പല്ലവിയും സേതുവും കൂടെ അന്വേഷിച്ച് അവിടെ ചെന്നു. അതായത് രണ്ടുപേരും കൂടെ കണ്ടുമുട്ടി നേരെ ഇന്ദ്രൻ്റെ താവളത്തിലേക്ക് ചെന്നു. താവളത്തിൽ ചെന്നപ്പോൾ അവിടെ ആട് കിടന്നിടത്ത് കൂടെ പോലും ഇല്ലെന്ന് പറഞ്ഞതുപോലെയായി. അവിടെ ചെന്നപ്പോൾ കാണാനില്ല. ഇവർ കിടന്നോട്ടം തുടങ്ങി. ഇവരെവിടെയാണെന്നറിയാം. ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. എവിടെയാണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ അവിടുന്ന് നിസ്സഹായരായിട്ട് മടങ്ങി. എന്ത് വില കൊടുത്തും പെങ്ങളെ രക്ഷിച്ചെടുക്കും എന്നുള്ള ആ ഒരു ഇതിലാണ്. അങ്ങനെ ഈ സ്വാതിയെ കാണാതെ ആ ഒരു ഭയങ്കര ഒരു ഇതിലിരിക്കുക. സ്വാതിയാണെന്നുണ്ടെങ്കിൽ അവിടെ അയാളുടെ കൂടെ നല്ല അടിപൊളിയായിട്ട് ഹണിമൂൺ ആഘോഷിക്കുന്ന രീതിയിൽ നല്ല സെറ്റായിട്ട് അടിച്ച് പൊളിച്ച് ഇന്ദ്രൻ്റെ കൂടെ കഴിയുക കേട്ടോ. തപ്പി നടന്ന് മടുത്തു ഇവർ. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ നേഹയെന്ന് പറയുന്ന പെണ്ണ് വീണ്ടും അങ്ങോട്ടേക്ക് ചെന്നു, ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു. ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇന്ദ്രനുമായിട്ട് കണ്ടു, അതുപോലെ തന്നെ സ്വാതിയായിട്ട് കണ്ടു. പിന്നെ അവർ അവിടെ ഭയങ്കര ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കളിച്ച് ഇവർ കടലിലേക്ക് വരെ ഇറങ്ങി. തുള്ളലും ചാട്ടവും പാട്ടും കൂത്തും മേളവും. സ്വാതിയാണെങ്കിൽ സ്വർഗ്ഗലോകത്താണ് ജീവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇന്ദ്രൻ്റെ കൂടെയുള്ള ഈ ഒരു എൻജോയ്മെൻറ്റ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാതി ഇങ്ങനെ പറയുക കേട്ടോ. സ്വാതി അതങ്ങ് പറഞ്ഞു ഭയങ്കര സെറ്റാവുക. സ്വാതിക്കാണെന്നുണ്ടെങ്കിൽ അഹങ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മാത്രം അഹങ്കാരമാണ് കാണിച്ചു കൂട്ടുന്നത്. ഏതൊക്കെയാണെങ്കിലും സേതുവും പല്ലവിയും ഇവളെ അന്വേഷിച്ചുള്ള നടപ്പ് കുറച്ചൊന്നുമില്ല, അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഈ സമയത്ത് ഋതികയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്നത് കൊണ്ട് ഋതികയ്ക്ക് എങ്ങനെയെങ്കിലും ഇവൻ്റെ അടുത്ത് എത്തണം. ഈ പറയുന്ന നമ്മുടെ പ്രതാപൻ്റെ കയ്യിൽ നിന്ന് കാശ് എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കണമെന്നുള്ള വാശിയിലാണ് ഋതിക. അപ്പോൾ വീട് മൊത്തത്തിൽ അലങ്കോലമായി താറുമാറായി. ഈ സമയത്ത് നമ്മുടെ അച്ചു ആണെങ്കിൽ ഭയങ്കര കരച്ചിലും ബഹളവും കാര്യങ്ങളും. എല്ലാവരും അച്ചുവിനെ കുറ്റപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അച്ചു ഹരിയെ വിവാഹം കഴിച്ചതുകൊണ്ടാണ് ഈ ഒരു ഇത് വന്നതെന്ന് എല്ലാവരും പറഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ അച്ചുവിനാണെങ്കിൽ ഭയങ്കര സങ്കടം. അപ്പോൾ തൻ്റെ കുടുംബം തകർന്നു എന്നുള്ള വിഷമാണ് അച്ചുവിന്. അച്ചു ഇങ്ങനെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളായിട്ട് നിൽക്കുമ്പോൾ ഹരിയാണെങ്കിൽ അച്ചുവിനെ സമാധാനിപ്പിച്ച് കൂടെയുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു സമാധാനം കണ്ടെത്താനായിട്ട് അച്ചുവിന് പറ്റുന്നില്ല. എൻ്റെ കുടുംബം തകർന്നു, സ്വാതി എവിടെയാണെന്ന് അറിയില്ല, ജപ്തി എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. വലിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കായിരുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളമായിട്ടോ നമ്മുടെ അച്ചു ആണെന്നുണ്ടെങ്കിൽ കരയുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഹരി ഇങ്ങനെ കൂടെ നിൽക്കുമ്പോൾ ഹരി അച്ചുവിനെ താങ്ങുന്നതും തണലാകുന്നതും ഒക്കെ പൂർണിമ കണ്ട് പശ്ചാത്താപിക്കുവാണ്. ഹരിയോട് കാണിച്ചതിനും പറഞ്ഞതിനും ഒക്കെയുള്ള ഒരു ഇതായിട്ട് ഇതൊക്കെ കണ്ടട്ടെ. അപ്പോൾ മകൾക്ക് അനുയോജ്യനായിട്ടുള്ള ഒരാളെയാണ് കിട്ടിയതെന്നുള്ള ഉത്തമ ബോധ്യം പൂർണിമയ്ക്ക് വന്നു തുടങ്ങി. മക്കൾ തന്നെ ഇഷ്ടത്തിന് ഇറങ്ങി തോന്നിവാസം കാണിച്ച് കുഴഞ്ഞ് നടക്കുന്നത് പൂർണിമയുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. അത് അറിയുകയാണ്. അമ്മയ്ക്ക് പട്ടിയുടെ വില പോലും മക്കൾ കൊടുക്കുന്നില്ലെന്നുള്ള തിരിച്ചറിവിൽ പൂർണിമ സേതുവിൻ്റെ വില തിരിച്ചറിയുക. സേതു അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇവളുമാർ ഇത്രയും കിടന്ന തുള്ളുവേലായിരുന്നു. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും സേതുവിന് ഒരു പേടി ഉണ്ടായിരുന്നു ഇവളുമാർക്ക്. അപ്പോൾ ആ പേടിയുടെ പുറത്ത് ഇവളുമാർ അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിന്നു. ഇപ്പോൾ സേതു ഇറങ്ങിയപ്പോൾ അവളുമാരുടെ തോന്നിവാസം അങ്ങ് ഇറങ്ങി. പൂർണിമയാണെന്നുണ്ടെങ്കിലോ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് സേതു എന്ന് പറയുന്ന മകൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. ഈ സമയത്താണെന്നുണ്ടെങ്കിലോ ഈ ഋതികയാണെങ്കിലും പ്രതാപനെ കാണാനായിട്ട് ചെല്ലുക. പ്രതാപനെ കാണാനായിട്ട് ചെന്ന് പ്രതാപനോട് പൈസയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പ്രതാപനും ഈ ഋതികയും കൂടെ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ അടിച്ചവിടെ നമ്മുടെ ഋതിക അങ്ങ് വീണു. ഇവനുണ്ടല്ലോ സ്വന്തം അമ്മാവനാണെന്ന് പോലും വിചാരിക്കാതെ ഋതികയോട് ഒരു മോശമായ രീതിയിൽ പെരുമാറാനായിട്ട് ഋതിക എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഋതിക, എടി പൊന്നു മോളെ, നീ എൻ്റെ കയ്യിൽ തന്നെ വന്ന് വീഴുമെന്ന് എനിക്ക് അറിയാമായിരുന്നടി, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതികയെ തൂക്കിയെടുത്തുകൊണ്ട് ഇവൻ പോവുക. അങ്ങനെ ഋതികയുടെ ജീവിതവും അധോഗതിയാകാനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ടാവുകയാണ്.
ഈ സമയത്താണെങ്കിലോ നമ്മുടെ സേതുവും പല്ലവിയും കൂടി ഈ ഇന്ദ്രനും അതുപോലെ സ്വാതിയൊക്കെ എവിടെ ഉള്ളതെന്ന് അറിഞ്ഞും കേട്ടും ചെല്ലുമ്പോൾ ഇവർ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രൻ്റെ കൂടെ അഴിഞ്ഞാടി നടക്കുകയാണ് ഈ സ്വാതി. അവിടെ ചെന്ന് സ്വാതി വെള്ളത്തിൽ കിടന്ന് തുള്ളി മറിഞ്ഞ് ഉറഞ്ഞ് തുള്ളുന്നത് കണ്ടുകൊണ്ടാണ് ചെല്ലുന്നത്. സ്വാതി എന്ന് പറഞ്ഞ സേതു അങ്ങ് ചെന്ന് ഇവളെ വിളിച്ചപ്പോഴത്തേക്കും ഇവക്ക് എന്തോ ചെകുത്താൻ കുരിശ് കാണുന്ന ഒരു പോലെയാണ് സേതുവിനെ കണ്ടത്. സേതുവിൻ്റെ കൂടെ സേതു വിളിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ വരുവേല, നിങ്ങളുടെ കൂടെ ഞാൻ വരുവേല, നിങ്ങളാരാ, നിങ്ങളെന്താ, നിങ്ങൾക്ക് എന്താ കാര്യം എന്നും ചോദിച്ചുകൊണ്ട് സേതുവിനോട് ഇവിടെ അപമര്യാദയായിട്ട് പെരുമാറുന്നു. ആ സമയത്ത് ഇന്ദ്രനും സേതുവിൻ്റെയും പല്ലവിയുടെയും നേർക്ക് നേരെ നിൽക്കുക. കൂട്ടത്തിൽ അവനെ എവിടെയിട്ട് അടിച്ച് ചവിട്ടി കൂട്ടി, നിങ്ങളുടെ കൂടെ വരുന്നതിനേക്കാളും നല്ലത് ഞാൻ മരിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് സ്വാതി വെള്ളത്തിലേക്ക് ഓടുക, മരിക്കാൻ പോകാൻ കടലിലേക്ക്. പോയി ചത്തോട്ടേന്ന് വെക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മുടെ സേതു പിന്നാലെ ചെല്ലുന്നു. ഇവളങ്ങ് ചെന്നപ്പോഴത്തേക്കും തിരമാല വന്ന് ഇവൾ ഉരുട്ടി മറിച്ചിട്ടു. വെള്ളത്തിൽ വീണ സ്വാതിനെ പൊക്കിയെടുത്തുകൊണ്ട് നമ്മുടെ പല്ലവി വലിച്ചു കൊണ്ടുവരുമ്പോഴത്തേന് ഇവനെ അവിടെ അടിച്ച് ഇടിച്ച് പിഞ്ച പരുവാക്കുകയാണ്. ഇനി എൻ്റെ അനിയത്തിമാരുടെ നേർക്കെങ്ങാനും നിൻ്റെ കണ്ണ് വന്നെന്ന് ഞാൻ അറിഞ്ഞ നിന്നെ ഞാൻ ശരിയാക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഇന്ദ്രനെ ചവിട്ടി കൂട്ടി അവിടെ ഇട്ടിട്ട് സേതു ഇവളെ എടുത്തുകൊണ്ട് പോരും. ഇവളാണെങ്കിൽ കയ്യും കാലോട്ട് അടിക്കുക കേട്ടോ. സേതുവിൻ്റെ കൂടെ വരാൻ മനസ്സില്ലാതെ അവിടെ കിടന്ന് അവൾ അലമുറയുടെ അവൾ കിടന്ന് കാട്ടി കൂട്ടുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അടിച്ച് ചെപ്പക്കുട്ടി പൊട്ടിക്കാൻ തോന്നുന്നു. അതുപോലത്തെ കാട്ടാൻ കിടന്ന് കാണിക്കുവാണ്. ആ സമയത്ത് സേതു ഇവളെ തൂക്കിയെടുത്ത് തോളയിലേക്ക് ഇട്ടിട്ട് മടങ്ങി കടക്കടി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ എടുത്തുകൊണ്ട് പോരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് ഇവള് ബോധം കെട്ട് വീണു. ഇവള് ബോധം കെട്ട് വീണ് കഴിഞ്ഞപ്പോഴോ ഇവളെ തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകേണ്ടി വന്നു. ആശുപത്രി കൊണ്ടുപോയിട്ടിട്ട് അവിടെ ചെന്നിട്ട് ഡോക്ടർ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാതിയുടെ കാര്യം ഏകദേശമൊക്കെ തീരുമാനമായി. 2 ദിവസം ഇന്ദ്രൻ്റെ കൂടെ നല്ല 2 ദിവസമാണോ എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്നുള്ളത് അറിയില്ല. എങ്കിൽ പോലും സ്വാതിക്ക് നല്ല മുട്ടം പണി ഇന്ദ്രൻ അങ്ങ് കൊടുത്തു കഴിഞ്ഞു. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവൾ മോങ്ങലായി, ഇരിക്കലായി, കാർച്ചയായി, കൂവിച്ചയായി അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴും താങ്ങായും തണലായി ഇവക്കൊരു ധൈര്യം കൊടുക്കാനും സേതുവേ ഉള്ളൂ, പല്ലവിയേ ഉള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇവക്ക് പറ്റിയ ഈ ഒരു അബദ്ധത്തിൻ്റെ ആ ഒരു ഇത് മാറ്റിമറിക്കാനായിട്ട് അവിടെ കിടന്ന് പെടാപ്പാട് പെടുക. ഈ സമയത്ത് പൂർണിമ സേതുവിനെ കണ്ടേ അടങ്ങുമെന്നും പറഞ്ഞ് ഇരിക്കുക. കാരണം ഋതുക ഇപ്പോൾ ഏതാണ്ട് വരുവൊക്കെ ആയി. ഋതുകയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും അറിയില്ല. പക്ഷേ ഇവക്ക് സംഭവിച്ചതും പൂർണ്ണിമയ്ക്ക് അറിയില്ല. പക്ഷെ 2 മക്കളും തൻ്റെ കൈവിട്ട് പോയി എന്നുള്ള കാര്യം ഉറപ്പായി. ഇപ്പം ആകെപ്പാട് അമ്മയ്ക്കൊരു നല്ല വാക്ക് പറയാനോ അമ്മയൊന്നും ദയനീയമായിട്ട് നോക്കാനും ഒരു സ്നേഹത്തോടൊരു നോട്ടമെങ്കിലും കൊടുക്കാൻ ഹരിയേ ഉള്ളൂ. അങ്ങനെ ആ ഒരു മൊത്തത്തിൽ പൊന്നുമ്മട പൊളിച്ചടുക്കി പൊളിഞ്ഞു എന്ന് തന്നെ പറയാം. തകർന്ന് തരിപ്പണമായി നിൽക്കും. ആ തകർന്ന് തരിപ്പണമായി എടുത്ത് നിന്ന് സേതുവിൻ്റെ വില മനസ്സിലാക്കി പൂർണ്ണിമ സേതുവിനെ കാണാനായിട്ട് പോവുക. പെരുവഴിയിൽ വെച്ച് സേതുവിനെ തിരിച്ച് പൊന്നുമടത്തിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഇനി താൻ പൊന്നുമടത്തിലേക്കില്ല എന്ന് തീർത്ത് പൂർണ്ണിമയോട് സേതു പറയുകയും ചെയ്തു. തനിക്ക് സ്ഥാനമില്ലാത്തടത്തേക്ക് താൻ വരില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്നോടുള്ള വാശിയാണോ അതിന് കാരണം, ഞാൻ നിന്നെ തിരിച്ച് വിളിക്കാൻ വന്നതാണെന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരിക്കലും അമ്മയോടൊരു വാശിയില്ല, അമ്മയോട് ഞാൻ വാശി കാണിക്കുകയില്ല. പക്ഷേ ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ ശരിയാവില്ല, ഞാൻ വരാനുള്ള സമയമായിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ്. ഒരുപാട് കാര്യങ്ങൾ തനിക്ക് ചെയ്ത് തീർക്കാനുണ്ടെന്നും ഇനിയും ഞാൻ അങ്ങോട്ടേക്ക് വന്ന് വില കളയേണ്ട കാര്യമില്ലല്ലോ അമ്മയെന്നൊക്കെ പറഞ്ഞു. അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല, അമ്മയും എൻ്റെ പെങ്ങന്മാർക്കും ഒരാപത്തും വരാതെ തണലായി ഞാൻ ഉണ്ടാകുമെന്നൊക്കെ ഇങ്ങനെ സേതു പറയുമ്പോൾ ആ തണലായി നീ ഉണ്ടാവേണ്ടത് പൊന്നുമടത്തിലാണെന്ന് പൂർണ്ണിമ പറയാം. പൂർണ്ണിമയ്ക്ക് ഇപ്പോഴാണ് ബോധം വന്നത്. അപ്പോൾ സേതു പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരില്ല എന്ന്. അങ്ങനെ സേതു പൂർണ്ണിമയെ തിരിച്ചു വിളിച്ച പൂർണ്ണിമയുടെ മുന്നിൽ നിൻ്റെ ഉറച്ച നിലപാടിൽ നിൽക്കുവാണ്. എന്തായാലും 2 പെൺമക്കളുടെ കാര്യം എനിക്കെൻ്റെ 2 പെൺമക്കളുടെ കാര്യം നോക്കിയല്ലേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇരുന്ന പൂർണ്ണിമയ്ക്ക് ഇപ്പോൾ പെൺമക്കളുടെ കാര്യം ഒന്നും നോക്കേണ്ടി വന്നില്ല. ഏതായാലും അങ്ങനെ കാര്യങ്ങൾ മൊത്തം അതെല്ലാം അവതാളത്തിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇതേ സമയത്ത് പിന്നെ ഒരു ദിവസം എന്ന് പറഞ്ഞ് ഈ പ്രതാപനും ഇന്ദ്രനും കൂടെ ഒന്ന് കോർക്കുവാണ്. ഇവർ രണ്ടുപേരും കൂടെ പരസ്പരം കണ്ടപ്പോൾ പൊന്നുമടത്തിനെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് പല്ലവിക്കും സേതുവിനും എതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ രണ്ടുപേരും കൂടെ സന്ധി ചേരാമെന്ന് വിചാരിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലവിയെ പറ്റി ഈ പ്രതാപൻ ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് സഹിച്ചില്ല. ഇന്ദ്രനാണെങ്കിൽ അവൻ്റെ കൈ ചുരുട്ടി കൂട്ടി അങ്ങ് പിടിച്ചിട്ടതേ കാര്യമൊക്കെ കാര്യം, തോന്നിയവാസം പറയരുതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ ഇന്ദ്രൻ പ്രതാപൻ്റെ കൈയും കൂച്ചി പിടിച്ചോടിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ അവതാളത്തിലായിട്ട് കിടക്കുവാണ്, നാശകോശമായിട്ട്. ഇതിനിടയിൽ എല്ലാ പ്രശ്നങ്ങൾക്കും നടുവിൽ വെച്ചുകൊണ്ട് നമ്മുടെ സേതുവും പല്ലവിയും ഒരു ദിവസം ഇങ്ങനെ അവർ സേതുവിൻ്റെ വീട്ടിൽ പല്ലവി കാണാനായിട്ട് ചെന്ന് ഇവർ വർത്തമാനമൊക്കെ പറഞ്ഞു. സേതുവിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പല്ലവി ചെയ്തു കൊടുത്തു. അങ്ങനെ അവർ വളരെ സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ സേതു തൻ്റെ ഉള്ളിലെ ഇഷ്ടം അത് പല്ലവിയോട് പറയുക. അപ്പോൾ പല്ലവി ഇനിയും ഒഴിഞ്ഞു മാറാൻ തയ്യാറാകുന്നില്ല. പല്ലവിയും തൻ്റെ ഉള്ളിലെ ആ ഒരു ഇഷ്ടം അത് പ്രകടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചു. അങ്ങനെ പല്ലവി എന്ത് ചെയ്തു, സേതു പറയുന്നതിനെല്ലാം
അനുകൂലമായിട്ട് മൂളി, അതായത് ഇഷ്ടമാണെന്നുള്ളത് തിരിച്ചും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി അവരുടെ ഇഷ്ടം പങ്കുവെക്കുന്നതും അതുപോലെ തന്നെ രണ്ടുപേരുടെയും ഇടയിലുള്ള ആ ഒരു അകലമൊക്കെ കുറഞ്ഞ് അവർ രണ്ടുപേരും അടുക്കുന്നതും അതുപോലെ പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കുന്നതും അങ്ങനെയൊക്കെ നല്ല സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും അതിനിടയിൽ നടക്കുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളുടെ ഗതി മൊത്തത്തിൽ തലകീഴായി മറിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ഒഴുകാനുള്ള സാധ്യതകളാണ് ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എന്തായാലും അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രണ്ട് പെണ്ണുങ്ങളായിരുന്നു ഋതികയും അതുപോലെ തന്നെ സ്വാതിയും. അവളുമാരുടെ കൊമ്പ് ഏതായാലും ഒടിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവളുമാരുടെ ഒക്കെ ജീവിതം നായ നക്കിയെന്ന് തന്നെ പറയാം. ആ ഒരു രീതിയിൽ ഇനിയാണ് ഇവളുമാർ നന്നാകാൻ പോകുന്നത്. ഇത്രയൊക്കെ കിട്ടിയിട്ടും ഇനി ഇവളുമാർ നന്നാവുന്നില്ലേ? ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെയാണ് സേതു ഇതിനെയൊക്കെ മാറ്റിമറിച്ചെടുക്കുന്നത്? എങ്ങനെയാണ് ഇവർക്ക് രക്ഷകരായിട്ട് സേതു എത്തുന്നത്? ഋതികയെ പ്രതാപം കൊണ്ടുപോയി അവിടെ നമ്മുടെ സേതു രക്ഷകനായിട്ട് എത്തുമെന്നറിയാം. അതുപോലെ തന്നെ സ്വാതിയെ എങ്ങനെയാണ് ഇന്ദ്രൻ്റെ പിടിയിൽ നിന്നും നമ്മുടെ സേതു രക്ഷിച്ചെടുത്തതെന്നറിയാം. അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കഥ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുവാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ, ടാറ്റാ.